ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറിയണ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെൻസെക്സിൻ്റെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ലോട്ടറിക്ക് തുല്യമായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം. പ്രത്യേകിച്ച് നമ്മുടെ ഈ CAS പ്രക്രിയ വന്നതിന് ശേഷം ഒരു ലോട്ടറി മോഡിലേക്ക് പോകുന്നുണ്ടോ എന്ന് എൻ്റെ മാത്രമാണ് സംശയം. കാരണം ഇന്ന് ലോട്ടറി കിട്ടിയ ധാരാളം ആൾക്കാരുണ്ട്, ലോട്ടറിക്ക് മുടക്കിയ കാശ് പോയ ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, ലോട്ടറിക്ക് മുടക്കിയ കാശ് പോയത് തുച്ഛമായ പൈസയായിരിക്കും, ഒരു പക്ഷേ കിട്ടിയെങ്കിൽ അവർക്ക് വൻ ലോട്ടറി ആയിരിക്കും ഇന്ന് കിട്ടിയത്. കാരണം 100 രൂപയ്ക്ക് 100 രൂപയുടെ പൈസ കൊടുത്ത് 100 കോടി രൂപയുടെ ലോട്ടറി വാങ്ങിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിൽ ഈ CAS വന്നതിന് ശേഷം ഒരു ഗ്യാംബ്ലിംഗ് മോഡിലേക്ക് മാർക്കറ്റ് മാറുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം സംശയാതീതമായ ഒരു സംശയത്തിന് ഇട നൽകുന്നൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ക്ലോസിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെൻസെക്സിലും ബാങ്ക് എക്സിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് എക്സ് ഏകദേശം 1000 പോയിൻ്റാണ് താഴെ പോയത്. CASൻ്റെ ക്ലോസിങ്ങിന് ശേഷം 1000 പോയിൻ്റാണ് ബാങ്ക് എക്സ് താഴെ പോയത്. അതായത് 5 രൂപ 10 രൂപയുള്ള സാധനം 900 1000 രൂപയൊക്കെ ആയിട്ട് മാറി എന്നാണ് നമുക്ക് ചാർട്ടിനകത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ സെൻസെക്സിലാണെങ്കിലും 77 100 200 എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 160 രൂപ 180 രൂപയൊക്കെ ഉണ്ടായിരുന്ന പ്രൈസ് ഒറ്റ മിനിറ്റ് കൊണ്ട് 0 ആയിപ്പോയി. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചാണ് നിഫ്റ്റിക്കകത്ത് ഒരു 50 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ ഇന്ന് വന്നു. അപ്പം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റിൽ കുറച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. മാർക്കറ്റിലെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് സ്റ്റോക്കുകൾ വീണ്ടും താരിഫ് വരുന്നു എന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ന്യൂസ് ഉണ്ടായി. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഒരു സെൽ ഓഫ് ഉണ്ടായത്. ഓക്കെ, അതായത് ചൈനയിൽ നിന്ന് വരുന്ന, ചൈനയാണ് ഏറ്റവും കൂടുതൽ ചിപ്പ് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ചൈനയാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഈ ചൈനയുടെ പ്രോഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എന്തെങ്കിലും ചാരപ്പണി ചെയ്യുമോ എന്നൊരു ഡൗട്ട് അമേരിക്കയ്ക്ക് ഇല്ലാതില്ല. അതുകൊണ്ട് ചൈനയിൽ നിന്ന് വരുന്ന ഈ ചിപ്പ് കമ്പോണൻസിനെല്ലാം ഹൈ താരിഫ് അടിക്കാനുള്ളൊരു പദ്ധതിയാണ് ഇപ്പം അമേരിക്ക പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡിങ് കാർ, അപ്പോൾ അതിനകത്തിലൊക്കെ ഉണ്ടാകുന്ന ചിപ്പുകളുടെ ലഭ്യത കുറവ് വരും. അല്ലെങ്കിൽ അങ്ങനെ ലഭ്യത കുറവ് വരുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധി, പ്രൊഡക്ഷൻ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചൂട് പിടിച്ചൊരു ആദി കൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് കുറച്ചെങ്കിലും ഒരു സെൽ ഓഫ് കണ്ടത്. അതുപോലെ തന്നെ നമ്മളിന്ന് അപ്പോൾ അതിനകത്തോട് വരാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഫോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളിന്ന് ട്രേഡ് ചെയ്യുന്നവർ ആരെ നോക്കണമെന്ന് പറഞ്ഞേ, HDFCയും റിലയൻസ്, ഈ 2 സ്റ്റോക്കുകളെ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് വേണം നിങ്ങളിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വീഡിയോയിൽ, ഇല്ലേ? എത്ര ശ്രദ്ധിച്ചതെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ റിലയൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റിലയൻസ് ഇതാ നോക്ക്, നല്ലൊരു ഫോള്. റിലയൻസ് നേരെ താഴോട്ടായിരുന്നു. 1297 എന്ന് പറഞ്ഞ സപ്പോർട്ടും പൊട്ടിച്ച് നേരെ താഴോട്ട് പോയി. HDFC ബാങ്ക് നോക്കുവാണെങ്കിലും അതും നേരെ താഴോട്ടാണ്. അതായത് 729 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അവിടുന്ന് നേരെ പൊട്ടി നേരെ അതും താഴോട്ടാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. HDFCയുടെ ഡേ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, HDFCയുടെ ഡേ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ് HDFC. ഓക്കെ, അപ്പം ഇത് ഒരു വളരെ ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ്, വളരെ നിർണായകമായ ഒരു സ്റ്റേജാണ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു ക്ലോസിങ്. നാളെ ഈ HDFC റിക്കവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് അന്തവും കുന്തവും ഇല്ലാതെ ഈ സാധനം താഴെ പോകാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായ 700 ഞാൻ താഴോട്ടൊന്നും വരച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് നാളെ നമുക്ക് എന്തായാലും ഞാൻ വരയ്ക്കുന്നില്ല, തൽക്കാലം നമുക്ക് നാളെ നോക്കാം. ഓക്കെ, നാളെ ഈ HDFCക്ക് അത് റിക്കവറി ഉണ്ടാകും. HDFCയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നെഗറ്റീവ് റൂമറുകളും പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെ കേൾക്കുന്നു. പക്ഷേ ഇതൊരു ജയൻറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട്
ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് ആയതുകൊണ്ട് അത്ര വലിയ രീതിയിൽ ഇത് ബാധിക്കണമെന്നില്ല. ബട്ട് ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നെഗറ്റീവ് ന്യൂസുകളുണ്ട്. അതാണ് ഇങ്ങനൊരു സെല്ലിംഗ് പ്രഷർ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം ഇത് നാളെ ഇത് തിരിച്ച് റിക്കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, റിക്കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് HDFC ബാങ്കിൽ വീണ്ടും ഒരു ഫർദർ ഫോള് കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ പുതിയ വരയ്ക്കും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം HDFC ബാങ്ക് പതിയെ വാങ്ങിച്ചു തുടങ്ങാം. നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 30,000 രൂപ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ബട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ 30% മാത്രം, 30,000 രൂപ, ഒരു 30,000 രൂപ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം ഡിപ്പ് കിട്ടുവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇല്ല മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. അപ്പം നമുക്കറിയത്തില്ല താഴെ പോകും മേലോട്ട് പോകും. എന്തായാലും നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് തുടങ്ങാം. ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഓരോ ഡിപ്പിലും നിങ്ങൾക്ക് വീണ്ടും ഫർദറായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. HDFC ബാങ്കിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ റിലയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും റിലയൻസ് ഈ പറയുന്ന പോലെ തന്നെ ഒരു ക്രൂഷ്യൽ ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ 1277 എന്ന് പറയുന്നത് റിലയൻസിനൊരു സപ്പോർട്ടാണ്. പല പ്രാവശ്യം ആ ഏരിയ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് മാർക്കറ്റ്. 1262 എന്ന് പറയുന്നതാണ് ഒരു ഫൈനൽ ടാർഗറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ റിലയൻസിലും നാളെ റിലയൻസ് ഒരു നെഗറ്റീവ് മോഡിലാണ് പോകുന്നതെങ്കിൽ ഈ ലെവത്തിൽ എത്തും 1262 to 70 റേഞ്ചിലെത്തുമ്പം നിങ്ങൾക്ക് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ ലെവലിൽ നിങ്ങൾക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഇത് രണ്ടും ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ്. ഒരിക്കലും തകർന്നു പോകും എന്നുള്ളൊരു പേടി വേണ്ട, എന്നാലും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ വേറെ പ്രത്യേകം എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം കൊച്ചിനെ കെട്ടിക്കാൻ വെച്ചേക്കുന്ന പൈസയോ കൊച്ചിനെ പഠിപ്പിക്കാൻ വെച്ചേക്കുന്ന പൈസയോ വീട് പണിയാനുള്ള പൈസയോ ഇതൊന്നും എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒരു സമ്പാദ്യം എന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് കൊണ്ടുപോയി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അത്രയും ഭാഗം കഴിഞ്ഞ് ഇത് കേൾക്കാൻ ആർക്കും താല്പര്യം കാണത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു സതുദ്ദേശം വെച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇനി മാർക്കറ്റിലോട്ട് നോക്കിയാൽ ഇന്നത്തെ മാർക്കറ്റ് നേരെ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് പോയി ഇല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞിരുന്നത്, നമ്മൾക്ക് ഇന്ന് ക്രൂഷ്യൽ ലെവലായിട്ടുള്ള ലെവല് 1242 എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇല്ലേ. 1242 നമ്മൾ ഈ മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്തത്. ഇവിടെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ബോക്സിൻ്റെ മണ്ടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒത്ത നടുക്കാണ് ഇല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ഇതിന് താഴെ പോവുകയാണെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് സംഭവിക്കും നോക്കുക. ഇല്ല താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബോക്സ് അതിന് ശേഷം 142. ഇത് രണ്ടുമാണ് നമ്മുടെ ലെവലുകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ധാരാളം വലിയ സ്ക്രീൻഷോട്ടുകളൊക്കെ എനിക്ക് വന്നു. സന്തോഷം. എനിക്ക് അതിനകത്തിൽ കൂടുതൽ മലമറിക്കാനൊന്നുമില്ല. നിങ്ങൾ അയച്ചുന്ന സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടു. താങ്ക് യു, സന്തോഷം. നിങ്ങൾ ആ കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തതിനകത്തിൽ അഭിമാനമുണ്ട്. അപ്പം ഇവിടെ നമുക്കൊരു എൻട്രി ഇല്ല. ഒരു പക്ഷേ ഈ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ റിസ്കി ട്രേഡേഴ്സ് ഈ റിജക്ഷൻ ക്യാൻഡിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ പ്രോഫിറ്റ് കിട്ടി കാണും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പലരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും. കാരണം ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാരണം എപ്പോഴും നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും വിജയിക്കണം നിർബന്ധമില്ലല്ലോ. അതിന് സ്റ്റോപ്പ് ലോസും ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ നോക്കിയാൽ നേരെ മാർക്കറ്റ് താഴെ വന്നു, കൃത്യമായി നമ്മുടെ ബോക്സിന് താഴെ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടുന്ന് റിക്കവറി വരുന്നു എന്ന് തോന്നിപ്പിച്ചു ഇല്ലേ. ഒരു റിക്കവറി വരുന്നു തോന്നിപ്പിച്ച് എന്ത് ചെയ്തു, 2 ക്യാൻഡിൽ മുകളിലോട്ട് പോയി. ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആസ് പെർ പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ ഒരു ട്രേഡ് എടുക്കാം ഇല്ലേ. 5 മിനിറ്റ് ക്യാൻഡിൽ ഫുൾ ബോഡി ക്യാൻഡിൽ കിട്ടി, ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചു. പക്ഷേ നെക്സ്റ്റ് വീണ ക്യാൻഡിൽ പ്രൈസ് ആക്ഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ മാർക്കറ്റ് 5 മിനിറ്റിന് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു തോന്നിപ്പിച്ചു. കൺഫർമേഷനും ഉണ്ട്. കാരണം എന്താണ്, 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിന് ഒരു 70% ബോഡി ഉണ്ട് ഇല്ലേ. ഈ ക്യാൻഡിലിന് ശേഷം ഈ അടുത്ത വീണ ക്യാൻഡിൽ എന്താണ് ഒരു എൻഗൾഫിങ് ക്യാൻഡിലാണ് ഇല്ലേ.
ഒരു എൻഗൾഫിംഗ് ആണ്. ഇതിനെ ഈ ഗ്രീൻ ക്യാൻഡിൽ വിഴുങ്ങത്തക്ക രീതിയിലുള്ള ഒരു ബോഡിയുള്ളൊരു ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ തന്നെ നമ്മുടെ കിളി പാറി സംഗതി താഴോട്ടാണ് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആ സ്റ്റോപ്പ് ലോസ് അവർ വെയിറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് അടിച്ചു മാറി നിൽക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ക്ലിയർ, വേറെ ഒന്നും പറയാനില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് തന്നെ പറയാം ട്രേഡ് എടുത്തവർക്ക്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും നേരെ തിരിച്ച് താഴോട്ട് പോകുന്നു. ഇനിയല്ല, ഈ ഒരു ക്യാൻഡിൽ നോക്കി താഴോട്ട് ട്രേഡ്, അവിടെയും പ്രൈസ് ആക്ഷനാണ്. ഈ ഒരു ക്യാൻഡിൽ നോക്കി താഴോട്ട് വേണം ട്രേഡ് എടുക്കാം. അങ്ങനെ ട്രേഡ് എടുത്തവർക്കും മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ അതിനുശേഷം ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. 24,142 നമുക്ക് വളരെ ക്രൂഷ്യൽ സപ്പോർട്ടാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇവിടുന്ന് ട്രേഡ് എടുത്തവർക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചവർക്ക് ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ നഷ്ടം നികത്താൻ കോസ്റ്റ് ആകാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അല്ല, പുതിയ ട്രേഡ് എടുത്തവർക്കാണെങ്കിൽ മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ ട്രേഡ്. ഞാൻ ആക്ച്വലി ഇത്ര മാർക്കറ്റ് ശേഷം ഇവിടെ റിക്കവറിയാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഇങ്ങോട്ട് തിരിച്ചൊരു ഇത് പ്രതീക്ഷിച്ചില്ല. ഞാൻ 100%, സത്യം പറഞ്ഞാൽ 100% എനിക്ക് ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, മുകളിലോട്ട് കയറും എന്നൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായിപ്പോയി. മാർക്കറ്റ് തിരിച്ച് കയറിയില്ല. തിരിച്ച് നേരെ താഴോട്ടായിരുന്നു. CS ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വരുന്നു. ഓക്കെ, ഇതാണെന്ന് സംഭവിച്ചത്. ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ ഈ പറയുന്ന ഈ നാളെ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന 2 സ്റ്റോക്കുകളാണ്. ആര്? HDFCയും റിലയൻസിനെയും. ഈ HDFCയും റിലയൻസും ആ സ്റ്റോക്കുകൾക്ക് രണ്ടിനും എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിഫ്റ്റിയുടെ നാളത്തെ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ വെരി ക്ലിയർ ആണ്. അപ്പോൾ നാളെ ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ക്ലോസിങ് കിട്ടിയേക്കുന്നത് ഈ ഏരിയ. അതായത് 24,090. നമുക്ക് 24,080 സപ്പോർട്ടുള്ളത്. നാളെ ഈ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നോക്കുക. മാർക്കറ്റ് നാളെ എവിടെ ഓപ്പൺ ചെയ്തെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ 24,000 നമുക്ക് ക്രൂഷ്യൽ ആയിട്ട് സൈക്കോളജിക്കലായിട്ടൊരു സപ്പോർട്ടുണ്ട്. മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് എങ്ങനെ നമുക്ക് അറിയത്തില്ല. നിഫ്റ്റി ഇപ്പം ഒരു നെഗറ്റീവ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് നോട്ടിലാണ് നിൽക്കുന്നത്, ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഡൗ ജോൺസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ ഓടുന്നത്. ഇനി ഫർദറായിട്ടൊന്നും സംഭവിക്കാതെ ഇവിടെ ഇത്രയും വലിയ റിക്കവറി ഉണ്ടായിട്ട് ഇവിടെ ഒന്നും അതിൻ്റെ അലവലികളൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി എന്തായാലും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്കൊന്നും ഇതിനെപ്പറ്റി ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് സെൻസെക്സിൻ്റെ ക്ലോസിംഗ് കൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം പറയാനുള്ള കാര്യം, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ 24,142 മണ്ടയ്ക്ക് കാണുമാണ് ഗ്യാപ്പ് അപ്പോഴുകൂടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അല്ല, ഇതിന് താഴെ ഈ ഏരിയ തന്നെയാണ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മോളോട്ട് പോയി റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് തിരിച്ചിറങ്ങി വരുന്നുണ്ടെന്ന് നോക്കുക. ഇല്ല, താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് 24,080 അല്ലെങ്കിൽ 24,040 ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. ഇത് രണ്ടും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 24,000 നമുക്ക് ഇന്നലെ നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഞാൻ പറയേണ്ട കാര്യമില്ല, എപ്പോഴും ഞാൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇന്നിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമുക്ക് ബ്ലാങ്ക് ആണ്. കാരണം നമുക്കറിയത്തില്ല നാളെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം. നാളെ ഫ്രഷ് കോൺട്രാക്റ്റ് സെൻസെക്സിലും സ്റ്റാർട്ടാകും, പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും. അപ്പോൾ നമുക്ക് നാളെ അറിയത്തില്ല എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന്. അതുകൊണ്ട് നാളെ രാവിലെ മാത്രമേ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടത്തുള്ളൂ. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. അപ്പോൾ നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ HDFCയും റിലയൻസിനെയും നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഒന്ന്, ഇനി നമുക്ക് അടുത്തത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ധാരാളം ആൾക്കാർ പറഞ്ഞു സാർ സെൻസെക്സിൻ്റെ കാര്യം മറന്നു പോകല്ലേ എന്ന്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിലും ബാങ്ക് നിഫ്റ്റി പതുക്കെ നടന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ ദിവസം കഴിയുന്തോറും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ലെവലിലാണ് നിൽക്കുന്നത് 57,554 എന്നുള്ളത്. അപ്പോൾ നാളെ നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ 57,381 അത് പൊട്ടിയാൽ പിന്നെ നമുക്കൊരു വലിയ ഫോളായിരിക്കും പിന്നെ നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 56,800 എത്താനുള്ള സാധ്യത ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളുടെ HDFC ബാങ്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. SBIനും വളരെ നെഗറ്റീവാണ്. അപ്പോൾ അവർ രണ്ടുപേരോടാണ് ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുവരുന്നത്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന BSE വീണ്ടും പതുക്കെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ പിടിവിട്ട് എന്ത് ചെയ്ത് താഴോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ BSEക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 3233 ആണ്. ഈ 3233 പൊട്ടി താഴെ പോവുകയാണെങ്കിൽ വീണ്ടും 3,000-2,500 റേഞ്ചിലോട്ട് BSE എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബട്ട് NSEയുടെ IPO ലിസ്റ്റ് ചെയ്യുന്നതിനകത്തിൽ ചെറിയ പ്രശ്നം ഉണ്ട്. NSEയുടെ IPO NSE തന്നെ എങ്ങനെ ലിസ്റ്റ് ചെയ്യും എന്നതിനെ പറ്റി ഒരു കൂലങ്കഷമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ന്യൂസ് വരും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. NSEക്ക് എതിരെ എങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല
അങ്ങനെയുള്ള ന്യൂസ് വരുവാണെങ്കിൽ BSE ഇവിടുന്ന് പറക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ന്യൂസ് ശ്രദ്ധിക്കുക. സെബിയുടെ റിവ്യൂവിൽ വെച്ചേക്കാണ്. കാരണം NSE എന്ന എക്സ്ചേഞ്ചിൽ NSEയുടെ തന്നെ ഷെയർ എങ്ങനെ ലിസ്റ്റ് ചെയ്യും, അത് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ നമുക്ക് മിഡ് ക്യാപ്പിൽ ട്രേഡ് ഉള്ളവർ 15,000 ആണ് ഒരു 15,021 ക്രൂഷ്യൽ ലെവൽ. 14,908 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് കിട്ടും. ഇല്ല, 15,021 മുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ. കാരണം നമുക്കിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഇല്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഒരു ലക്ഷ്യബോധം ഇല്ലാതാണ് പോകുന്നത്. മനസ്സിലായില്ലേ? പണ്ടൊക്കെ നമുക്കറിയാം മാർക്കറ്റ് എന്താണ്, ഇവിടെ വരെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ബിഹേവിങ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പോവുകയാണെങ്കിൽ കുറ്റിയും പറിച്ച് പോകുന്ന പോലെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് കഴിവതും അതുകൊണ്ട് ഇവിടൊക്കെയാണ് നമുക്ക് ന്യായത്തിൻ്റെ പ്രസക്തി. 5-10 പോയിന്റ് കിട്ടി നിങ്ങൾ മാറി നിൽക്കുക, അതിനുശേഷം നോക്കിയിരുന്ന് പഠിക്കുക എന്നുള്ളത്. ഞാനിങ്ങനെ പറയുമ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ട് തോന്നും. കിട്ടുമ്പോഴല്ലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ ആണെങ്കിൽ ചിലർ പറയുന്നു. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാന്യമായ പൈസ കിട്ടിയാൽ, നിങ്ങളുടെ ശമ്പളം, ഒരു ദിവസം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് മാറാൻ നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് സെൻസെക്സിലൂടെ വരാം. എല്ലാവരും പറയാറാണ് സാറേ സെൻസെക്സിലൂടെ പറയണം. സെൻസെക്സ് നമുക്ക് നോക്കാം. ഇന്നത്തെ സംഭവങ്ങൾ കഴിഞ്ഞു. നോക്കിക്കേ, സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം 77,200 നിന്ന് സാധനം 76,930 250 പോയിൻറ്റിനടുത്ത് താഴെയാണ് എന്ത് ചെയ്തത്, CAS ക്ലോസിങ് കിട്ടി. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. 22,200 100 ഒക്കെ ITM ഉള്ളവരുടെയൊക്കെ പൈസ 0 ആയിട്ട് മാറി. നിങ്ങൾ ബാങ്ക് എക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് എക്സ് ആണ് ഈ കാണുന്നത്. 1000 പോയിൻ്റാണ്. 1000 പോയിന്റ് നോക്കിക്കേ. 65,100 64,313, ഏകദേശം 900 പോയിൻറ്റിനടുത്താണ് ബാങ്ക് എക്സ് ലാസ്റ്റ് മൊമെൻറ്റിൽ വീണത്. അപ്പോൾ ഇതിൻ്റെ ഭീകരത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇവിടെയാണ് ലോട്ടറി ആർക്കെങ്കിലും കിട്ടിയെന്നുള്ളത് നമുക്കറിയണം. ഇതിൽ ചെറിയ പൈസയ്ക്ക് 6 രൂപയ്ക്കും 10 രൂപയ്ക്ക് എടുത്തവർക്ക് ചിലപ്പോൾ 50 ലോട്ടറി ചിലപ്പം കിട്ടി കാണുമായിരിക്കാം. ഓക്കെ, നമുക്ക് സെൻസെക്സിൻ്റെ കഥയിലോട്ട് വരാം. സെൻസെക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻസെക്സിൽ നാളെ ഒരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ 86,800, അത് നേരത്തെ ഞാൻ വരച്ചിട്ടേക്കുന്നത്, ഇത് ഇപ്പോഴെങ്കിലും വരച്ചിട്ടത് പണ്ടേ വരച്ചിട്ടേക്കുന്ന സാധനങ്ങളാണ്. ഇതിനൊന്നും മാറ്റങ്ങളില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും കൃത്യമായിട്ട് അവിടെയൊക്കെ റെസ്പെക്റ്റ് ചെയ്ത ഏരിയ ആണ്. അപ്പം നിങ്ങൾ നാളെ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർ, നേരത്തെ നമ്മൾ സെൻസെക്സ് നിഫ്റ്റി നോക്കി ട്രേഡ് കഴിഞ്ഞാൽ സെൻസെക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിഫ്റ്റിയും സെൻസെക്സും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതാണ് പോകുന്നത്. സാധാരണഗതിയിൽ ഈ നിഫ്റ്റിയും സെൻസെക്സും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഏകദേശം 3 ഇരട്ടിയായിരിക്കും സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 50 പോയിൻറ്റ് പ്ലസ്സിലാണെന്നുണ്ടെങ്കിൽ 150 പോയിൻറ്റ് പ്ലസ്സിലായിരിക്കും നമ്മളുടെ സെൻസെക്സ് ഓടുന്നത്. പക്ഷേ ഇപ്പം ഒരു അന്തവും കുന്തവും ഇല്ലതാണ്. 50 പോയിൻറ്റ് നിഫ്റ്റി ഉള്ളെങ്കിൽ 600 പോയിൻ്റ് ആയിരിക്കും സെൻസെക്സ്. ആ ഒരു സെറ്റപ്പിലേക്ക് മാറിയേക്കണം. അതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയെ നോക്കി ഇപ്പം സെൻസെക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും ആവശ്യപ്പെടും സാറേ സെൻസെക്സിൻ്റെ ലെവൽ എന്ന് പറയണമെന്ന് പറയുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് നോക്കാനുള്ളത് ഈ 76,802. ഈ 76,802 ഇവിടെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഈ 76,802 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 631 കിട്ടും. 76, 77, 631 വരെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടുന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ. അല്ല, ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 76,224, 76,862 ഒക്കെ നിങ്ങൾ കാണണം. ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 75,352 താഴോട്ട് വന്നാൽ. അല്ല, ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ 77 ഇവിടുന്ന് മുകളിലോട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ 77,633 കിട്ടും. അതിനുശേഷം 78,103 നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്ക് സെൻസെക്സിൻ്റെ കഥയും കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ക്രൂഡിനെ ഒന്ന് നോക്കാം. ക്രൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് അതേ പോയിന്റിൽ പോയി തട്ടി തിരിച്ചു. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ കറക്റ്റായിട്ട് 83 പോയി നമ്മൾ വരച്ച വരെ തട്ടി നേരെ തിരിച്ചു വന്ന് വീണ്ടും താഴെ വന്നിട്ട് വീണ്ടും ആ റേഞ്ചിൽ തന്നെ പോയി ഇട്ട് നേരെ തിരിച്ച് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിരിച്ച് ഇനി താഴെ ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 80, 24 കിട്ടും. 80 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 77, 78 വരെ പിന്നെ ക്രൂഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നാച്ചുറൽ ഗ്യാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്,
അടിപൊളിയായിട്ട് ഞാൻ എവിടെയാണ് തന്നത് നിങ്ങൾക്ക് തന്നത് ഞാൻ ഇവിടെയാണ്, ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് ഞാൻ NG തന്നത്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. അവിടുന്ന് ഏകദേശം ഒരു 40 പോയിൻറ്റോളം NG ഇവിടുന്ന് ട്രാവൽ ചെയ്തു. എത്ര പേർക്ക് പലരും മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഞാൻ ആ ലെവൽ പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. ഇവിടുന്ന് ഒരു യാത്ര തുടങ്ങിയത് പോയി നിന്നത് ഏകദേശം 285 റേഞ്ചിലാണ്. ഓക്കെ, അവിടുന്ന് നേരെ മാർക്കറ്റ് വീണ്ടും സാധനം തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 81 എത്തി. അപ്പോൾ നിങ്ങൾ ഈ ലെവലുകൾ നോക്കുക കൃത്യമായിട്ട്. നമ്മുടെ കമ്മോഡിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ആ കമ്മോഡിറ്റി ഗ്രൂപ്പിൽ ഞാനിത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവിടെ ഫ്രീ ആണ് എല്ലാവരും കേട്ടോ. അപ്പം കമ്മോഡിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എൻ്റെ ലിങ്ക്, ആ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ വിട്ടേക്കാം. എപ്പോഴും ഒന്നും അവിടെ ലെവലുകളൊന്നും വരത്തില്ല, വെറുതെ അവിടെ ഇടിനാശം വെള്ളപ്പൊക്കെ ഉണ്ടാക്കല്ലേ. സാധാരണ ഇതിൽ വൈകുന്നേരമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ അവിടെ ആ ഗ്രൂപ്പിൽ ഈ സാധനം അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ഞാനെൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ വെച്ചേക്കാം നമ്മുടെ കമ്മോഡിറ്റി ഗ്രൂപ്പിൻ്റെ. അപ്പം നാച്ചുറൽ ഗ്യാസിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. അടുത്ത് നമുക്ക് നമ്മുടെ ഗോൾഡാണ്. ഗോൾഡ് നമുക്ക് എന്നെ ആദ്യമേ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഈ 4548 എന്ന് പറയുന്നത് ഒരു വലിയൊരു മാന്ത്രിക സംഖ്യയാണ്. ഈ 4548 പല പ്രാവശ്യവും മാർക്കറ്റ് ഈ 4548 വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി ചരിത്രമുണ്ട്. കുറച്ച് നീണ്ടു പോകുന്ന വീഡിയോ കേട്ടോ. 4548 വന്ന് തട്ടി തിരിച്ചു പോകുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ 4548 തലവരെയായിട്ട് നിങ്ങൾ വെച്ചേക്കുക. അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കി നിങ്ങൾ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമുക്ക് മോളോട്ട് കിട്ടുവാണെങ്കിൽ 46, 38 മോളോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫർദറായിട്ട് മോളോട്ട് പോകും. ഇല്ലെങ്കിൽ ഈ 4548 വെരി ക്രൂഷ്യലാണ്. ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സമയം ഇച്ചിരി നീണ്ടുപോയി എങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ പറയണ്ടേ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.